നമസ്കാരം അനുപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, നമ്മുടെ രാജ്യം വിറങ്ങലിച്ച് നിന്ന അതല്ലെങ്കിൽ രാജ്യത്തിന് പറ്റിയ ഏറ്റവും വലിയൊരു ഭീകരവാദം, ഇസ്ലാമിക ഭീകരവാദം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ കുറച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. മുസ്ലിം ഭീകരവാദം എന്ന് തന്നെ പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. അത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള മുസ്ലിം ഭീകരവാദികൾ ഏകദേശം 17 വർഷം കഴിഞ്ഞു നമ്മുടെ രാജ്യത്തെ അതിഭീകരമായിട്ടുള്ള മുൾമുനയിൽ നിർത്തിക്കൊണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയൊരു ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് 26 നവംബർ 11 2008 നമ്മളെല്ലാവരും അനുഭവിച്ചതാണ്. 3-4 ദിവസത്തോളം നീണ്ടു നിന്നിട്ടുള്ള ജിഹാദികളുടെ, മുസ്ലിം ഭീകരവാദികളുടെ രാജ്യത്തിനെതിരെയുള്ള യുദ്ധം. നോക്കൂ, ആ യുദ്ധത്തിൽ 166 മുകളിലുള്ള ആളുകളാണ് കൊല്ലപ്പെട്ടത്. അതിൽ 22ഓളം നമ്മുടെ ധീര സൈനികരുണ്ടായിരുന്നു. മാത്രമല്ല 500 മുകളിലുള്ള ആളുകൾക്ക്, ഒട്ടേറെ ആളുകൾക്ക് മാരകമായിട്ട് പരിക്ക് പറ്റി എന്നുള്ളതൊക്കെ നമ്മൾക്ക് അറിയാൻ പറ്റും. മുംബൈയിൽ നടന്ന ആ ഭീകരാക്രമണം, അത് 26/11 എന്നുള്ള രീതിയിൽ ആ ഒരു താജ് ഹോട്ടലിന്റെ ആ പുക പടലങ്ങൾ ഉയരുന്ന രീതിയിലുള്ള ചിത്രം നമ്മുടെ മനസ്സിൽ തന്നിട്ടുള്ള വലിയ ആഘാതം എത്രത്തോളമാണ് എന്നറിയാം. എന്നാൽ ചിന്തിക്കുക, നരേന്ദ്രമോദിജി വരുന്നതിന് മുൻപ് ആഴ്ചകൾക്കും ദിവസങ്ങൾക്കുമുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് രാജ്യത്ത് ആകമാനം ബോംബ് പൊട്ടിക്കൊണ്ടിരുന്ന ഇസ്ലാമിക ജിഹാദികൾ, മുസ്ലിം ഭീകരവാദികൾ രാജ്യത്താകമാനം അഴിഞ്ഞടിക്കൊണ്ടിരുന്ന, അത് രാജ്യത്തിനകത്തുള്ളവന്മാരായാലും പുറത്തുള്ളവന്മാരായാലും എത്രത്തോളം ഭീകരമായിരുന്നു എന്നുള്ളത് നമ്മൾക്കറിയാം. എന്നാലോ നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ഇങ്ങോട്ട് നോക്കുക, ഏറ്റവും കുറഞ്ഞ, ഇപ്പൊ നമ്മൾക്കറിയാം പഹൽഗാമിൽ നടന്ന ആ ഒരു ഭീകരാക്രമണമൊക്കെ നമുക്കറിയാം. തുണി പൊക്കി നോക്കിക്കൊണ്ട് മുസ്ലിങ്ങൾ അല്ലാത്തവരെ കൊന്നൊടുക്കുന്ന രീതിയിലുള്ള ഭീകരാക്രമണം. അതിനുശേഷം അങ്ങനെ മുൻപായിട്ടാണ് ഇങ്ങോട്ടാണെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന ഇസ്ലാമിക ജിഹാദികളുടെ, മുസ്ലിം ഭീകരന്മാരുടെ ഭീകരാക്രമണം മാത്രമാണ് നമ്മൾ കാണാറ്. എന്നാൽ അതിനു മുൻപ് എന്തായിരുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോഴാണ് ഇവിടെ ഭരിച്ചിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടല്ലോ, അത് ഇന്ന് ചിഹ്ന ഭിന്നമായി മാറിയത് എങ്ങനെ എന്നുള്ളതിന് കൂടി ഉത്തരം കിട്ടുക. രാജീവ് ഗണ്ഡിയുടെ ഭാര്യയുള്ള സോണിയ ഗണ്ഡി എന്ന് പറയുന്ന ഇറ്റലിക്കാരി ബാർ നർത്തകിയായിരുന്ന, ബാറിൽ ഒഴിച്ചുകൊടുപ്പുകാരിയായിരുന്ന അവർ ഇവിടെ വന്നതിന് ശേഷം, ഈ രാജീവ് ഗണ്ഡി കൊല്ലപ്പെട്ടതിന് ശേഷം മൻമോഹൻ എന്ന് പറയുന്ന പാവം പ്രധാനമന്ത്രിയെ വെച്ചുകൊണ്ട് ഭരിച്ച ആ ഭരണമൊക്കെ നമ്മൾക്കറിയാം. ആ സമയത്ത് തന്നെയായിരുന്നു ഈ മുംബൈ ഭീകരാക്രമണം ഉണ്ടായത്. ഇനി നമ്മൾക്ക് അതിന്റെ ആ പിന്നാമ്പുറ ചതികളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്താൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു കലാപം തയ്യാറാക്കി കൊടുത്തതിന്റെ ഒരു പിന്നിലുള്ള ആസൂത്രണം കൂടി ഇതിനെ നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അതുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ ഭീകരനായിട്ടുള്ള അജ്മൽ കസബ് എന്ന് പറയുന്ന 10 ഭീകരന്മാരിൽ ഒരുത്തനെ മാത്രം നമ്മൾക്ക് ജീവനോടെ കിട്ടിയത് ഭാരതത്തിന്റെ ഭാഗ്യം കൊണ്ടാണ്, ഈ ഭാരതത്തിലെ ഹിന്ദുക്കളുടെ ഭാഗ്യം കൊണ്ടാണെന്ന് പറയേണ്ടതുണ്ട്. അന്ന് അജ്മൽ കസബിനെ ജീവനോടെ അല്ലായിരുന്നു കിട്ടിയിരുന്നതെങ്കിൽ കയ്യിൽ രാഖിക്ക് തുല്യമായിട്ടുള്ള, RSSകാർ കെട്ടുന്ന രാഖിക്ക് തുല്യമായിട്ടുള്ള അത്തരം ചരടുകളും പിന്നെയോ ഹിന്ദു ഐഡന്റിറ്റിയോടുകൂടി ഈ തീവ്രവാദിയെ ഇറക്കി വിടുകയും ആ തീവ്രവാദിക്ക് അഴിഞ്ഞാടാൻ ഇവിടെ അന്ന് ഭരിച്ചിരുന്ന UPA സർക്കാർ അവസരം നൽകുകയും ചെയ്തു. അന്ന് ഈ തീവ്രവാദിയെ ജീവനോടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഹിന്ദുക്കളെ കൊന്നൊടുക്കാൻ വേണ്ടി ഇവിടെ മുസ്ലിം തീവ്രവാദികൾ തുരുതുരായി ഇറങ്ങുമായിരുന്നു ഈ രാജ്യത്തിനകത്തെ. ഈ രാജ്യത്തിന്റെ ഉപ്പും ചോറും തിന്ന് നക്കി പുളച്ച് മറിയുന്ന തീവ്രവാദികൾ എന്നുള്ളതും കൂടിയായിരുന്നു യാഥാർത്ഥ്യം. അതിന്റെ ഉള്ളറകളാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. മറ്റൊന്നല്ല, കഴിഞ്ഞ മണിക്കൂറിൽ ഞാനൊരു ആർട്ടിക്കിൾ കണ്ടു. ആ ആർട്ടിക്കിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ പാവ ഭരണമായിരുന്ന മോഹൻ, ഈ ചങ്ങാതിയെ വെച്ചുകൊണ്ട്, ഇയാളെ വെച്ചുകൊണ്ട് പിന്നിൽ നിന്ന് ഭരിച്ചിട്ടുള്ള സോണിയ ഗണ്ഡി, ആ മൻമോഹനെ വെച്ചിട്ട് ഭരിച്ചതിന്റെ പിറകിൽ എന്തായിരുന്നു ലക്ഷ്യം എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്, ഏതാണ്ട് 1.5 വർഷത്തോളം മുൻപേ തന്നെ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുമെന്ന് വ്യക്തമായ ലീഡ് ലഭിച്ചിട്ടും ആക്രമണം നടക്കുന്നതിനു മുന്നേ ആക്രമണം നടത്താൻ പോകുന്ന സ്ഥലം കൃത്യമായി ഭീകരവാദികളുടെ ഫോൺ ചോർത്തൽ വഴി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടും തടയാൻ കഴിയാതെ പോയൊരു ആക്രമണമാണ് 26/11 2008 നടന്ന മുംബൈ ഭീകരാക്രമണം എന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയോ നവംബർ 8 2008 മാസങ്ങൾക്ക് മുൻപേ 26 ഇന്റലിജൻസ് അലർട്ടുകളാണ് ഈ ആക്രമണത്തെ കുറിച്ച് അന്ന് ഭരിച്ചവർക്ക് ലഭിച്ചത്. ആരാ അന്ന് ഭരിച്ചത്? മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പാവയെ വെച്ചുകൊണ്ട് സോണിയ ഗണ്ഡി തന്നെയായിരുന്നു ഭരിച്ചിരുന്നത്. നോക്കൂ, 26 ഇന്റലിജൻസ് അലർട്ടുകൾ ഈ ആക്രമണത്തെ കുറിച്ച്, ഈ ആക്രമണത്തിന് മുൻപ് തന്നെ 1.5 വർഷം മുൻപ് തന്നെ കിട്ടിയിരുന്നു എന്ന് പറയുമ്പോൾ, എന്നിട്ടും ഈ ആക്രമണം തടയാൻ വേണ്ടി സോണിയ ഗണ്ഡി, അതല്ലെങ്കിൽ സോണിയ ഗണ്ഡി മുന്നിൽ നിർത്തി ഭരിച്ചിട്ടുള്ള ഈ മൻമോഹൻ സിംഗ് ശ്രമിച്ചില്ല എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് നമ്മൾ അറിയേണ്ടത്. ഇനിയോ
CIA നൽകിയ അലർട്ട് ഉൾപ്പെടെയുള്ളവ മുംബൈയിലാണ് ആക്രമണം നടക്കാൻ സാധ്യത എന്നും അത് ലക്ഷറെ ആ തൊയ്ബ ഉണ്ടല്ലോ ലക്ഷർ ആയിരിക്കും നടത്തുക എന്നതും വ്യക്തമായി സൂചന നൽകിയിരുന്നു. 11 വാർണിംഗുകൾ മുംബൈയിൽ 1-ൽ കൂടുതൽ സ്ഥലങ്ങൾ അവർ ടാർഗറ്റ് ചെയ്യുന്നതായി സൂചിപ്പിച്ചു. 6 വ്യക്തമായി കടൽ മാർഗം വഴിയായിരിക്കും ഭീകരർ നുഴഞ്ഞു കയറുക എന്ന് പോലും അലർട്ട് നൽകിയിട്ടും ഒന്നും ചെയ്തില്ല. മുംബൈ ഭീകരാക്രമണം നടത്തിയ 10ഓളം തീവ്രവാദികൾ വന്നത് കടൽ മാർഗമായിരുന്നു. ഒരു കപ്പൽ തട്ടിയെടുത്തുകൊണ്ട് ആ കപ്പലുമായി നമ്മുടെ മുംബൈ കടൽ തീരത്തേക്ക് വന്നുകൊണ്ട് തുരുതുരാ വെടിവെച്ചുകൊണ്ട് നമ്മൾ കണ്ടതാണ്. ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരന്മാർ ഇസ്രയേലിലേക്ക് അതിക്രമിച്ച് കയറിക്കൊണ്ട് എങ്ങനെയാണോ ആളുകളെ കൊന്നൊടുക്കിയത് അതേ ക്രൂരതയോടുകൂടി ഈ മുസ്ലിം തീവ്രവാദികൾ, ഈ പാകിസ്ഥാനി മുസ്ലിം തീവ്രവാദികൾ ചെയ്ത ആ കൊടും തീവ്രവാദത്തിനെതിരെ 26 അലർട്ടുകൾ 1.5 വർഷം മുൻപ് തന്നെ കേന്ദ്ര സർക്കാരിന്, കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് പാവ സർക്കാരിന് മൻമോഹന് കിട്ടിയിരുന്നു. ആ മൻമോഹന് കിട്ടിയത് സോണിയാഗാന്ധി അറിയാതിരിക്കില്ല, തടഞ്ഞില്ല ആ ആക്രമണം. നമ്മുടെ 166 പൗരന്മാർ, അതിൽ 22 സുരക്ഷാ ഭടന്മാർ, 500-ലധികം ആളുകൾക്ക് ഭീകരമായിട്ടുള്ള മുറിവേൽക്കൽ, നമ്മുടെ രാജ്യത്തിന്റെ ഹൃദയം വേദനിച്ചു, നമ്മുടെ വിറങ്ങലിച്ചു നിന്ന 4 ദിവസങ്ങൾ ആലോചിച്ചു നോക്കൂ. എത്ര ഭീകരമായിരുന്നു ഇവരുടെ ഭരണം എന്ന് ആലോചിച്ച് നോക്കും. 2014 ശേഷം ഇങ്ങോട്ട് നരേന്ദ്രമോദിജി വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ രാജ്യം എന്നുള്ളത്. ഇന്ന് പാകിസ്ഥാന് തുല്യമായി, അഫ്ഗാനിസ്ഥാന് തുല്യമായി, ബംഗ്ലാദേശ് തുല്യമായി ഇത്ര കണ്ട് ഇസ്ലാമിക ജിഹാദികൾ നമ്മുടെ രാജ്യത്തിന്റെ സമാധാനം നശിപ്പിച്ചുകൊണ്ട് ഇവിടത്തെ ഭരണത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് എന്തിനേറെ നമ്മുടെ രാജ്യത്തിനെ കത്തിക്കുമായിരുന്നില്ലേ ഈ തീവ്രവാദി വർഗങ്ങൾ എല്ലാവരും കൂടെ എന്ന് ചിന്തിക്കേണ്ട ആ ഇതിലേക്കാണ് നമ്മൾ ഈ ചൂണ്ടുപലകയാണ് ഈ ഒരു ആർട്ടിക്കിൾ. ഇനി വരികയാണ്, ഒരു നടപടിയും ഉണ്ടായില്ല എന്നതിൽ അത്ഭുതം തോന്നുന്നില്ലേ? എന്നാൽ ഇനി ആക്രമണം നടന്നു കഴിഞ്ഞുള്ള സംഭവങ്ങൾ നോക്കാം. ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കകം സംഭവ സ്ഥലത്തെത്തി ചാർജ് എടുക്കേണ്ടിയിരുന്ന NST കമാൻഡേഴ്സിന് സഞ്ചരിക്കാൻ വിമാനം ലഭ്യമല്ലായിരുന്നു. ആലോചിച്ച് നോക്കൂ, മിനിറ്റുകൾക്കുള്ളിൽ എത്തേണ്ട ആ കമാൻഡോസിന് സഞ്ചരിക്കാൻ വിമാനം ലഭ്യമാക്കിയില്ല. ഇങ്ങനെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ഒരു കമാൻഡോ ടീം ഉടനെ തന്നെ എയർക്രാഫ്റ്റ് എടുത്ത് സംഭവ സ്ഥലത്ത് ഉത്തരവ് പ്രകാരം എത്തണം. രാജീവ് ഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന ഈ ചട്ടം മുംബൈ ആക്രമണ സമയത്ത് ആരാണ് മാറ്റി എഴുതിയത് എന്ന് ആർക്കും അറിയില്ല. മറ്റാരുമല്ല, ഇയാളുടെ രാജീവ് ഗാന്ധിയുടെ ഭാര്യ സോണിയ ഗാന്ധി തന്നെയാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? ഇനിയോ NST ടീമിന് ഡൽഹി എയർപോർട്ട് വരെ ഡൽഹിയിലെ ട്രാഫിക്കിൽ പോവേണ്ടി വന്നു എന്ന് മാത്രമല്ല, എയർക്രാഫ്റ്റ് കിട്ടാൻ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടിയും വന്നു എന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ ചിരിക്കണോ കരയണോ? അത് തന്നെയാണ് പറഞ്ഞത്. 2014 ശേഷം ഇങ്ങോട്ട് നരേന്ദ്രമോദിജി വന്നില്ലായിരുന്നെങ്കിൽ ഈ സംസാരിക്കുന്ന ഞാനടക്കം, എന്നെ കാണുന്ന നിങ്ങളടക്കം എത്ര പേർ ഈ ഭൂമുഖത്ത് ഇന്നും ചിരിച്ചുകൊണ്ടും സന്തോഷത്തോടെയും കുടുംബത്തോടൊപ്പം ജീവിക്കുമായിരുന്നു എന്നുള്ള വലിയ ചൂണ്ടുപലകയാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ക്യാബിനറ്റിന് ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ടീം ഉണ്ടായിരുന്നു. ഇവർക്ക് മുംബൈയിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. മുംബൈ പോലെ അതിസങ്കീർണമായ ഭൂമിശാസ്ത്രമുള്ള നഗരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദികൾ, മുസ്ലിം തീവ്രവാദികൾ മാപ്പിന്റെ അടിസ്ഥാനത്തിൽ ആക്രമണം നടത്തി എന്നത് ഒട്ടും വിശ്വസനീയമായ വിശദീകരണമായിരുന്നില്ല. അതായത് 2008 മുംബൈയിൽ വന്ന് ഈ പാകിസ്ഥാൻ മുസ്ലിം തീവ്രവാദികൾ ആക്രമണം നടത്തിയത് വ്യക്തമായി അവരുടെ പ്ലാനിങ് പ്രകാരമായിരുന്നു. അല്ലാതെ ഗൂഗിൾ മാപ്പ് നോക്കിക്കൊണ്ട് അതും ഇതും തെരഞ്ഞെടുത്തുകൊണ്ട് വന്നൊരു ആക്രമണമായിരുന്നില്ല. അതായത് നമ്മുടെ രാജ്യത്ത് തന്നെയായിരുന്നു ഭരിക്കുന്ന വർഗം തന്നെ, ഈ സോണിയ ഗാന്ധി അടക്കമുള്ള ഈ കോൺഗ്രസ് ഭരണവർഗം, UPA ഭരണവർഗം, മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പാവ ഭരണാധിപൻ, ഇവരൊക്കെ പിന്തുണ നൽകിയിരുന്നോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. തീർച്ചയായും അവർക്ക് ലോക്കൽ സപ്പോർട്ടും ലഭിച്ചിരിക്കണം. അജ്ഞാതനായ ഒരു ബഷീറിന്റെ പേര് അക്കാലത്ത് ഉയർന്നു കേട്ടുവെങ്കിലും അങ്ങനെ ഒരാളെ കുറിച്ച് പിന്നീട് അന്വേഷണം ഉണ്ടായിട്ടില്ല. ആലോചിച്ച് നോക്കൂ എവിടേക്കാണ് ഇതൊക്കെ നീളുന്നത് എന്നുള്ളത്. ഇനിയോ ഗുർഖ ലേഡി എന്ന പേരിൽ ഒരു യുവതിയെ കൂടെ തീവ്രവാദികളുടെ കൂട്ടത്തിൽ കണ്ടെങ്കിലും അതിനെക്കുറിച്ചും അന്വേഷണം നടന്നിട്ടില്ല. പോലീസ് പാളിച്ചകൾ അന്വേഷിക്കാൻ നിയുക്തമായ രാം പ്രധാൻ കമ്മിറ്റി ഇത് കണ്ടെത്തിയെങ്കിലും അന്വേഷണം നടത്തുന്നവരോട് പറഞ്ഞിട്ടും അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടായിട്ടില്ല. രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം അന്വേഷിക്കാൻ സോണിയ ഗാന്ധി ബ്ലാക്ക് സ്റ്റേജിൽ ഇരുന്ന് മൻമോഹൻ സിംഗിനെ കൊണ്ട് ഭരിപ്പിച്ചിരുന്ന സർക്കാർ ഒരു കമ്മീഷനെ പോലും വെച്ചിട്ടില്ല എന്ന്
അറിയാമോ നിങ്ങൾക്ക്? മഹാരാഷ്ട്ര സർക്കാരാണ് രാം പ്രധാൻ കമ്മിറ്റി വഴി ഇത് അന്വേഷിച്ചത്. 2009 പൂർത്തിയായ കമ്മിറ്റിയുടെ കണ്ടെത്തൽ സുരക്ഷാ കാരണം ചൂണ്ടിക്കാട്ടി പുറത്തുവിട്ടിട്ടില്ല. അതേ വർഷം ഡിസംബർ മാസത്തിൽ റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ മീഡിയയ്ക്ക് ലീക്ക് ആയതോടെയാണ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ പബ്ലിക്കിന് നൽകി തുടങ്ങിയത്. യുദ്ധത്തിന് തുല്യമായ ആക്രമണമായി ഇതിനെ കാണണമെന്ന കമ്മിറ്റി കണ്ടെത്തൽ കാറ്റിൽ പറത്തി. തിരിച്ചടിക്കണമെന്ന എയർഫോഴ്സിന്റെ ആവശ്യത്തിനെ തള്ളി നീക്കി. ഭീകരാക്രമണത്തിന് മൻമോഹൻ സിംഗിന്റെ സർക്കാർ എടുത്ത തീരുമാനം IPL നിന്നും പാകിസ്ഥാൻ കളിക്കാരെ ബാൻ ചെയ്യുക എന്നത് മാത്രമായിരുന്നു എന്ന് നാളെ ലോകം അറിയാതെ ഇരിക്കട്ടെ, അതല്ലെങ്കിൽ പറയാതിരിക്കട്ടെ. ഇത്രയും കഴിവുകെട്ട ഒരു ഭരണകൂടം നമുക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ലോകം ചിരിച്ചത് ആരും അറിയാതെ ഇരിക്കട്ടെ. ഇനിയും പൊട്ടിക്കാം, ഇവരൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന അഹങ്കാരത്തിൽ ഇങ്ങനെ പോവുകയാണ് ഈ ആർട്ടിക്കിൾ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.